ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ ഫ്ലേവർഫുൾ ടെക് ജേർണീസ് ബൈ ശരത്. ഹായ്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഞങ്ങൾ സാറ്റർഡേ പ്ലാൻ ചെയ്യുകയാണ്. അതായത് പെട്ടെന്ന് വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് തോന്നി നമുക്ക് ബബിൾ ടീ കുടിക്കാൻ പോയാലോ എന്ന്. അപ്പം നമുക്ക് ബബിൾ ടീ കുടിക്കാൻ പോയാലോ? അപ്പം നമ്മുടെ സ്ഥിരം ലൊക്കേഷനാണ്. ഞങ്ങൾ ബബിൾ ടീ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ സ്ഥിരം കുടിക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതുവരത്തേക്ക് ഒരു സർപ്രൈസ്. ഈ കാണുന്ന ക്ഷേത്രമാണ് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള മഹാദേവന്റെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഓൾമോസ്റ്റ് 2 മിനിറ്റ് പോലും നടക്കാനില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ഇപ്പൊ നമ്മള് എവിടെയാണ് ട്രിവാൻഡ്രത്ത് എന്നുള്ളത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീകണ്ഠേശ്വരവും ഒക്കെ. നമുക്ക് നടന്നു വന്ന് തൊഴാന്നുള്ള അത്രേ ഉള്ളൂ ദൂരം. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിവാൻഡ്രത്തെ മോൾ ഓഫ് ട്രാവൻകൂർ. നല്ല ഒരു മാളായിരുന്നു ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക്. ഇപ്പോഴും ഓക്കെയാണ്. ഇപ്പൊ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ അണ്ടർ പാസേജ് വന്നു, ഈ പാലം കൂടെ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു റീച്ച് മീൻസ് പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ മോളിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. മുമ്പ് മോൾ ഓഫ് ട്രാവൻകൂറിന്റെ തന്നെയായിരുന്നു ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പൊ രാമചന്ദ്രയാണെന്ന് തോന്നുന്നു ഏറ്റെടുത്ത് നടത്തുന്ന ഹൈപ്പർ മാർക്കറ്റ്. അതിന്റെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒത്തിരി കടകളൊന്നും ഇപ്പൊ ഇല്ല എങ്കിലും ഇനി ഏറ്റവും വലിയ മോള് നമുക്ക് ഉടനെ കാണാം. നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഒരു അഹങ്കാരമാണ് കേരളത്തില്. ലുലു ഹൈപ്പർ മാർക്കറ്റാണ്, സോറി ലുലുയുടെ മാളാണ്. അത് നമുക്ക് ഇപ്പൊ ഉടനെ കാണാം. നമ്മള് അതിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് വേറെ ഒരിടത്തുള്ള കഴക്കൂട്ടത്തോട്ടാണ്. കഴക്കൂട്ടം എന്ന് പറയുമ്പം ഒരുവിധം എല്ലാവർക്കും അറിയാം. IT-യുടെ ഒക്കെ ഹബ്ബുള്ള സ്ഥലമാണ്. IT ടെക്നോ പാർക്കും ഒക്കെ. നല്ല തിരക്കാണ് ഇവിടെ. സിഗ്നൽ എല്ലാം പോയി കിടക്കുവാണ്. ഇന്ന് പൊതുവെ സിറ്റി മൊത്തം സിഗ്നൽ വളരെ എല്ലാം ഓഫ് ചെയ്ത് ഇട്ടേക്കാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇല്ല, ശംഖുമ നമ്മൾ അങ്ങോട്ടല്ലേ പോകണ്ടേ? നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമ്മള് ഈ റോഡ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ശംഖുമുഖം, എയർപോർട്ട്, അതൊക്കെ ഈ റോഡ്, ഈ കാണുന്ന റോഡ് മുകളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് റോഡും ശംഖുമുഖം ഒക്കെ കാണാം. നമ്മൾ വണ്ടിക്കകത്തിരുന്നാണ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ ക്ലാരിറ്റി, ചിലപ്പോൾ ലൈറ്റിംഗ്, വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരും. എന്നാലും കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങൾ പൊതുവെ രാത്രി യാത്രക്കാരാണ്. ഞങ്ങൾക്ക് പകൽ അധികം ഇറങ്ങാറില്ല. ഇറങ്ങും കൊണ്ടല്ല, നല്ല ബ്ലോക്കും ചൂടും അതൊക്കെ ആയതുകൊണ്ടാണ്. രാത്രി അത് മാത്രമല്ല നമ്മള് ജോണി മോനൊക്കെ ഫുഡ് കൊടുത്ത് എല്ലാം ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ രാത്രി ആവുമ്പോ എല്ലാം ജോലിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് ഫ്രീ ആവും. അതെ, ഇപ്പൊ പിന്നെ പൊതുവെ നൈറ്റ് ലൈഫ് ആണ് ഇവിടെ കുറച്ചും കൂടെ വന്നോണ്ടിരിക്കുന്നത്, ലൈവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ 10 മണി കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ ഇറങ്ങാറില്ല, അകത്ത് തന്നെ. ഇപ്പൊ 10 മണി കഴിയുമ്പോഴാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത്. അതൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ലുലു എത്തി. നമ്മുടെ ലുലുവിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലുലുവിന്റെ ഏരിയ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മോളാണ് ലുലുവിന്റെ. ഏറ്റവും വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. സമയം പോകും, വളരെ നല്ല രീതിയിൽ സമയം പോകും അകത്ത് കയറി കഴിഞ്ഞാല്. സാറ്റർഡേ, പിന്നെ സാറ്റർഡേ സൺഡേ സോറി അത് നിങ്ങൾക്ക് കാണാം, നല്ല തിരക്കുണ്ട്. സാറ്റർഡേ സൺഡേ പിന്നെ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കുവാണ് ആൾക്കാരൊക്കെ. പിന്നെ കുറച്ച് കാശുമായിട്ട് വേണം ഇറങ്ങാൻ. വെറുതെ ഒന്ന് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് 10,000 രൂപ കയറും. അപ്പൊ അതും കൂടെ മനസ്സിൽ കരുതിയിരിക്കണം. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ലുലു. കൂടിയാലും നമുക്ക് അത്രയ്ക്ക് ഒരു പാർക്കിംഗ് സ്പേസും ഫീൽ ചെയ്യത്തില്ല. ലുലുവിന്റെ എല്ലാം ഔട്ടായിട്ടുള്ള തിരക്കാണ്. എല്ലാരും
ഒക്കെ ഇച്ചിരി പ്രശ്നമാണ് ഇവിടെ. അത് മാത്രമല്ല പിന്നെ ഇപ്പൊ മൺഡേ ഇനി സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പൊ പിന്നെ ഈ വീക്കെൻഡ് ഇപ്പം ഇന്നും നാളെയും കൂടെ നല്ല തിരക്കായിരിക്കും റോഡൊക്കെ. കുഞ്ഞുമക്കൊക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാനും സ്കൂളിൽ ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് കാണും. ലുലുലും അതുപോലെ തിരക്ക് കാണും. അവിടെ എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ കേട്ടെ. അപ്പൊ നമുക്കിനി ബബിൾ ടീ കുടിക്കുന്ന സ്ഥലം, അതായത് ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ അവിടെയാണ് പോവാറ്. നല്ലൊരു ഷോപ്പാണ്. ഞങ്ങക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ഈ വണ്ടി ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. അതിന്റെ അത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുകയാണ്. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ വരുന്നതാണ്. അതിന്റെ യൂസർ റിവ്യൂ വീഡിയോ വരുന്നതാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ബാവോത്താവോ എന്നാണ് ഈ ഒരു കഫേയുടെ പേര്. അപ്പോൾ ഈ കഫേ കഴക്കൂട്ടത്താണ് വരുന്നത്. ഇവർക്ക് കൊറോകോണത്തും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു കഫേ തന്നെയാണ്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം നല്ലൊരു ഷോപ്പ് തന്നെയാണ്. ഇവരുടെ മെയിൻ ഡിഷ് ബബിൾ ടീയും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല, ബബിൾ ടീ ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ ബബിൾ ടീ യൂസ് ചെയ്യുന്ന ബോബ ഇമ്പോർട്ടഡ് ആണ് തായ്ലാൻഡിൽ നിന്ന്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രീമിയം ക്വാളിറ്റി ആ ബബിൾ ടീയിലും നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങൾ ട്രൈ ചെയ്തത് ഇന്നലെ ഈ കാണുന്ന ചോക്ലേറ്റും ബബിൾ ഗം ഫ്ലേവറാണ്. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഇതിലിട്ടിരിക്കുന്ന ബോബയുടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ബോബ ഇതിലിട്ടിരിക്കുന്നത് നമുക്ക് ചൂടിൽ കഴിക്കാൻ കിട്ടാനും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഞങ്ങൾ ഇതിന് മുമ്പ് വേറെയും ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. മാംഗോ ഹേസൽനട്ടൊക്കെ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വൺ ടൈം എങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം ഒരു ബോബ ലവർ ആണ്, അല്ലെങ്കിൽ ബബിൾ ടീ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചെറിയൊരു ഡേ ഔട്ട് ഈവനിങ് അല്ല നൈറ്റ് ഡേ ഔട്ട് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. എന്താ പറയാ, ഇന്നത്തെ ചെറിയൊരു ഔട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ് വ്ളോഗ് എന്നുള്ളൊരു കാര്യത്തില്. അതില് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ലൈറ്റിന്റെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, ആദ്യമായിട്ടൊക്കെ ചെയ്യണല്ലേ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ നല്ല കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ കണ്ടന്റുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കൊണ്ടുവരില്ല എന്നല്ല, കൊണ്ടുവരും. ബട്ട് നിങ്ങളത് തെറ്റുകുറ്റങ്ങളും എല്ലാം കാണിച്ചു തന്നാൽ നമ്മളത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗോ കാണുന്നത് വരെ ബൈ.